ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കും. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്ത് വരുന്നു. അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങൾ കേൾക്കുവാനും അത് ഗ്രഹിപ്പാനും തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ പൊന്നുനാമം മാത്രം ഇതിലൂടെ മുഹൂർത്തപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. നാൽപ്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നത് യൂദായുടെ ലേഖനം 20-21 വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് ജൂദ് ചാപ്റ്റർ 20 and verse 20 and 21. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക അഭിവൃദ്ധി വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ആത്മീയ ജീവിതം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതിനെ കണ്ടതുപോലെ വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിൽ പരമപ്രധാനമായ കാര്യം. എന്നാൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം ഓരോ ദിവസവും നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു വളർച്ച നമുക്കുണ്ടാകണം. എന്നും ഒരുപോലെ കടന്നു പോകുവാനല്ല. കാരണം ഇന്നത്തെ ജീവിത പ്രതിസന്ധി ആയിരിക്കുകയില്ല നാളത്തെ നമ്മുടെ ജീവിത പ്രതിസന്ധി. ഓരോ ദിവസവും നമുക്ക് ആത്മീയമായ ഒരു വളർച്ച ഒരു ദൈവവചനത്തെ സംബന്ധിച്ചുണ്ടാകണം. ആത്മീയ വളർച്ചയുണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമായിരിക്കും അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്. ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തക്കവണ്ണം വിശ്വാസത്തിൽ ഞാനും നിങ്ങളും വളർച്ച പ്രാപിക്കേണ്ടതാണ്. ഇവിടെ യൂദാശ്ലീഹ നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകണമെന്ന് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ദുരുപദേശങ്ങളും വിശ്വാസത്തിൽ നമ്മളെ തളർത്തുന്നതുമായ അനേക വർത്തമാനങ്ങളും പ്രസംഗങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും കേൾക്കുന്നവരാണ്. നമ്മുടെ ചുറ്റുപാടുകളുണ്ടാകുന്ന ചില സംഭവങ്ങൾ പോലും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് തളർത്തിക്കളയുന്നതാണ്. എന്നാൽ അവിടെ തളർന്നു പോകാതിരിപ്പാൻ തക്കവണ്ണം ഇങ്ങനെയുള്ള ദുരുപദേഷ്ടാക്കളിൽ നിന്ന് ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണമുള്ള ഒരു മുന്നറിയിപ്പാണ് ഇവിടെ യൂദാശ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഈ പ്രകാരമുള്ള ദുരുപദേശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് എത്രയോ അധികമാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഇവിടെ നമ്മോട് പറയുകയാണ് അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കണം. അപ്പോൾ ഒരു ദൈവ പൈതൻ്റെ ജീവിതത്തിൻ്റെതായ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അവൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിവിശുദ്ധ വിശ്വാസമായിരിക്കണം. എന്തുകൊണ്ടാണ് അതിവിശുദ്ധ വിശ്വാസത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകണമെന്ന് പറയുന്നത്? നമുക്കെതിരെയുള്ള ദുരുപദേശങ്ങളിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും തളർന്നു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവൻ്റെ ഫൗണ്ടേഷൻ അടിസ്ഥാനം കെട്ടുറപ്പുള്ളതായിരിക്കണം. അല്ലെങ്കിൽ അവൻ വീണു പോകുവാനും തളർന്നു പോകാനും നശിച്ചു പോകുവാനുമുള്ള സാധ്യതയുള്ളതുകൊണ്ട്
ഇവിടെ യൂദാസ്ലീഹ മുന്നറിയിപ്പ് തരുന്നു, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ അഭിവൃദ്ധി വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. അപ്പോൾ അതിവിശുദ്ധ വിശ്വാസം ആധാരമാക്കി പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ എന്തു ചെയ്യണം? അവർക്ക് തന്നെ, നിങ്ങൾക്ക് തന്നെ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ഞാനും നിങ്ങളും എന്തു ചെയ്യണം? നമ്മുടെ വിശ്വാസ ജീവിതം ഓരോ അനുദിന ജീവിതത്തിലും കടന്നു വരുന്ന പ്രതിസന്ധികളിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അപ്പോഴാണ് നമുക്ക് തന്നെ ആത്മീയ അഭിവൃദ്ധി വരുത്തുവാൻ തക്കവണ്ണം കഴിയുന്നത്. നമുക്ക് തന്നെ ആത്മീയ അഭിവൃദ്ധി വരുത്തി കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് മാറ്റമുണ്ടാകും. നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ആത്മീയ പ്രേരണ നമ്മളിലുണ്ടാകാം. എങ്ങനെയാണ് അനുദിന ജീവിതത്തിലേക്ക് ഈ വിശ്വാസം ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയുന്നത്? നമ്മെ പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമുക്കവിടെ 3 ബാലന്മാരെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ബാബിലോൺ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകനായി നിയമിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ് സ്ഥാപിച്ച സ്വർണ്ണബിംബത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി കടന്നു വരികയാണ്. രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. രാജാവ് നിർമ്മിച്ചിരിക്കുന്ന സ്വർണ്ണബിംബത്തെ എല്ലാവരും ആരാധിക്കണമെന്നുള്ള ഒരു രാജകൽപ്പന ദേശത്ത് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. യഹോവയായ ദൈവത്തെ ആരാധിച്ചിരുന്ന ചെറുപ്പക്കാരായ 3 ബാലന്മാരായിരുന്നു ശദ്രക്, മേശക്, അബേദ്നെഗോ. അവരെ സംബന്ധിച്ച് രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കുക എന്നുള്ളത് അവർക്ക് പ്രയാസകരമായ കാര്യമാണ്. അവരുടെ ദൈവം ആരെന്നവർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് രാജ്യത്തെ എല്ലാ പ്രജകളും രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കുവാൻ തക്കവണ്ണം മുട്ടിടുമ്പോൾ ഈ 3 ബാലന്മാർ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. രാജാവിൻ്റെ സ്വർണ്ണബിംബത്തെ ഈ 3 ബാലന്മാർ നമസ്കരിക്കുന്നില്ല. ഇത് രാജാവിൻ്റെ അടുക്കലേക്ക് വാർത്തയെത്തുകയാണ്. ഈ യഹൂദ ബാലന്മാർ രാജാവിൻ്റെ കൽപ്പന ധിക്കരിക്കുകയാണ്. രാജ്യത്തുള്ള എല്ലാ പ്രജകളും രാജാവിൻ്റെ കൽപ്പനയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ 3 യഹൂദ ബാലന്മാർ രാജാവിൻ്റെ കൽപ്പന ധിക്കരിക്കുകയാണ്. അവിടെ രാജാവ് യഹൂദ ബാലന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ 3:16 ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവർ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ ഞങ്ങൾ സേവിക്കുകയില്ല. സ്വർണ്ണബിംബത്തെ രാജാവിന്റെ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ രാജാവ് ശദ്രക്, മേശക്, അബേദ്നെഗോവിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ രാജകൽപ്പന ലംഘിക്കുന്നത്? രാജാവ് സ്ഥാപിച്ചിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയുമെന്നുള്ള വാർത്ത നിങ്ങൾക്കറിയില്ലയോ? ഇത് നിങ്ങൾക്കറിയാഞ്ഞിട്ടാണോ നിങ്ങൾ രാജകൽപ്പന ലംഘിക്കുന്നത്? നിങ്ങളുടെ മുമ്പിൽ മരണം സുനിശ്ചിതമാണ്. രാജാവിന് കോപം ജ്വലിച്ച് ഈ 3 ബാലന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, ഈ കാര്യത്തിൽ എനിക്കുത്തരം പറയേണ്ട കാര്യമില്ല.
ഞങ്ങളുടെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിക്കും എന്ന് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറയുകയാണ്. ഇവിടെ അവർക്കൊരു ബോധ്യമുണ്ട് അവരാരാധിക്കുന്ന ദൈവം ആരാണ് എന്ന്. ആ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം കഴിയുമെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. എനിക്കും നിങ്ങൾക്കും ഈ ബോധ്യമുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗമാണ് അവർ പറയുന്നത്, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം വിടുവിക്കുവാൻ തക്കവണ്ണം കഴിയുമെങ്കിൽ അവൻ ഞങ്ങൾ എരിയുന്ന തീച്ചൂളിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുമെന്ന് അവർ പറയുകയാണ്. അപ്പോൾ രാജാവിൻ്റെ കയ്യിൽ നിന്നും എരിയുന്ന തീച്ചൂളയിൽ നിന്നും വിടുവിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ശക്തനായ ഒരു ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് നീതിയുടെ ദൈവമാണ്. അവൻ ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇത്രയും പറയുവാൻ എനിക്കും നിങ്ങൾക്കും പ്രയാസകരമായ കാര്യമില്ല. എന്നാൽ അതിൻ്റെ അടുത്ത ഭാഗമുണ്ട്, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല. രാജാവ് സ്ഥാപിച്ച സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ സേവിക്കുന്ന ദൈവം രാജാവിൻ്റെ കൽപ്പനയിൽ നിന്നും തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഇനി അഥവാ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കുന്നില്ല എങ്കിലും ഞങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ല. ഞങ്ങളുടെ ദൈവം നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണ്. അത് ദൈവത്തിൻ്റെ ഹിതമാണ് എങ്കിൽ അവർ ആ തീച്ചൂളയിൽ പോകുവാൻ അവർ സന്നദ്ധരാണ്. അതിവിശുദ്ധ വിശ്വാസമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടി ലഭിക്കുമ്പോൾ ദൈവം നല്ലവനും വല്ലഭനുമാണ് എന്ന് നമുക്ക് കൊട്ടിഘോഷിക്കുവാൻ കഴിയും. എന്നാൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ, ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ഏറി വരുമ്പോൾ, മരണത്തിൻ്റെതായ താഴ്വരകൾ കടന്നു വരുമ്പോൾ, എരിയുന്ന തീച്ചൂളയുടെ അനുഭവം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ആ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ നമുക്ക് അതിവിശുദ്ധ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. നമുക്കൊരു പൂർണ്ണമായ ബോധ്യമുണ്ടായിരിക്കണം. നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. ഇവിടെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറയുന്നു, രാജാവിൻ്റെ കയ്യിൽ നിന്നും എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇനി അഥവാ അവൻ വിടുവിക്കുന്നില്ല എങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങൾക്കൊരേ ഒരു തീരുമാനമേ ഉള്ളൂ, ഞങ്ങൾ യഹോവയാം ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അത് ഞങ്ങളുടെ മുമ്പിൽ മരണം വന്നാലും, രാജാവ് എരിയുന്ന തീച്ചൂളയിൽ ഞങ്ങളെ ഇട്ടുകളഞ്ഞാലും, ഞങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു പോയാലും, ആപത്തുകൾ ഞങ്ങളുടെ മുന്നിൽ കടന്നു വന്നാലും ഞങ്ങളുടെ തീരുമാനത്തിനൊരു മാറ്റമില്ല. ഞങ്ങളുടെ ദൈവം സർവശക്തനായ ദൈവമാണ് എന്ന് അവൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇത് പ്രയാസകരമായ കാര്യമാണ്. അതിവിശുദ്ധ വിശ്വാസത്തിൽ ആധാരമാക്കിയായിരിക്കണം ഒരു ദൈവവേദൻ്റെ യാത്ര. ഇല്ല എങ്കിൽ അവൻ വീണു പോകുവാനും തളർന്നു പോകുവാനുമുള്ള സാധ്യതകളുണ്ട്. വീണു പോവുക എന്ന് പറയുമ്പോൾ അവൻ്റെ ആത്മീയ യാത്രയിൽ അവൻ വീണു പോകുവാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ അവൻ്റെ ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുകയാണ്. അവരുടെ തീരുമാനത്തിനൊരു മാറ്റമില്ല. മരിക്കേണ്ടി വന്നാലും അവരുടെ തീരുമാനത്തിന് മാറ്റമില്ല. എന്തുകൊണ്ട്? ദൈവമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്ന് ഈ ബാലന്മാർ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ എന്തുതന്നെയായിരുന്നാലും, അത് മരണമായിരുന്നാലും, രോഗമായിരുന്നാലും, കഷ്ടങ്ങളായിരുന്നാലും, വേദനകളായിരുന്നാലും, നിന്ദകളും പരിഹാസങ്ങളും എന്തുതന്നെയായിരുന്നാലും, ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഈ യഹൂദ ബാലന്മാർ വിശ്വസിച്ചു. അവിടെ മരണത്തിൻ്റെതായ താഴ്വരയിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടതായി വരും, കഷ്ടതകളിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടതായിട്ട് വരും, രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും.
അവിടെ ഞാനും നിങ്ങളും തളർന്നു പോകരുത്. നമ്മുടെ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ആ ദൈവത്തെ ഉറച്ച് വിശ്വസിക്കണം. അവൻ നല്ലവനായ ദൈവമാണ്. അവൻ നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണ്. അവൻ ഒന്നും തിന്മയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതിക്കായിട്ട് വിളിക്കപ്പെട്ടവർക്ക് അവൻ സകലതും നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു കാര്യമല്ല, സകലതും നന്മയ്ക്കായിട്ട് അവൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു ദൈവവൈതൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധിയായിരുന്നാലും, ഏത് പ്രതികൂലമായിരുന്നാലും, ഏത് നഷ്ടങ്ങൾ കടന്നു വന്നാലും അതിനെ നന്മയാക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ അതിവിശുദ്ധ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഏതു നഷ്ടത്തെയും നന്മയാക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് പറയുന്നത്, സകലതും നന്മയ്ക്കായിട്ട് അവൻ പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഭാരങ്ങളിലും വേദനകളിലും വിശ്വാസത്തിൽ നിങ്ങൾ വീണു പോകുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ചില ദുരുപദേശങ്ങൾ കേട്ടുകൊണ്ട് ദൈവമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ദൈവമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ദൈവം അറിയാതെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ തലയിലെ ഒരു മുടി പോലും താഴെ വീഴുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ അത് താഴെ വീഴുന്നില്ല. അപ്പോൾ നമുക്ക് പോലും അറിവില്ലാത്ത കാര്യമാണ് നമ്മുടെ തലയിലെ ഒരു മുടി എത്ര മുടി താഴെ വീഴും നമുക്ക് പോലും അറിവില്ല. പക്ഷേ സർവശക്തനായ ദൈവം അതുപോലും നിയന്ത്രിക്കുന്നു. അവൻ അറിയാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ആരാണോ? ദൈവമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. രോഗം വന്നാലും, കഷ്ടങ്ങൾ വന്നാലും, കടബാധ്യതയുടെ നടുവിലൂടെ കടന്നുപോയാലും, എല്ലാവരും മുഖം തിരിച്ചു നടക്കുന്ന ജീവിത അനുഭവത്തിലൂടെ കടന്നുപോയാലും ദൈവം അനുവദിച്ചിട്ടാണ് ഞാനും നിങ്ങളും ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്. അവിടെ ദൈവത്തെ നമുക്ക് മുറുകെ പിടിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് കഷ്ടത തരുന്നത്? 2 കൊരിന്ത്യർ 1:4, അവൻ ഞങ്ങളുടെ സകല കഷ്ടതകളിലും ഞങ്ങളുടെ സകല കഷ്ടതകളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ച ആശ്വാസത്താൽ ഏത് കഷ്ടതയിലും ആയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകേണ്ടതിന് തന്നെ. അപ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഓരോരുത്തരെയും ഓരോ കഷ്ടതകളിലൂടെ കടത്തിവിടുന്നതിന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം എന്നെയും നിങ്ങളെയും വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്താണ് പഠിപ്പിക്കുന്നത്? പുസ്തകം കൂടി വായിച്ചാട്ടെ. അവൻ ഞങ്ങളുടെ സകല കഷ്ടതകളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ച ആശ്വാസത്താൽ ഏത് കഷ്ടതയിലും ആയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകേണ്ടത് തന്നെ. അപ്പോൾ മറ്റുള്ളവർ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം എന്തു ചെയ്യുന്നു? എന്നെയും നിങ്ങളെയും കഷ്ടതകളിലൂടെ കടത്തിവിടുന്നു. ആ കഷ്ടതകളിൽ എന്നെയും നിങ്ങളെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുവാൻ തക്കവണ്ണമാണ് ദൈവം എന്നെയും നിങ്ങളെയും കഷ്ടതകളിലൂടെ കടത്തിവിടുന്നതെന്ന് ദൈവത്തിൻ്റെ തിരുവചനം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവം അറിയാതെയല്ല നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നത്. പിന്നെയോ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ കഷ്ടതകളും വരുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് സകലത്തിൻ്റെയും നിയന്ത്രിക്കുന്നത്. മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം അവരെ ആ കഷ്ടതകളിൽ നിന്ന് കോരിയെടുക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുവാനാണ് എന്നെയും നിങ്ങളെയും ദൈവം കഷ്ടതകളിലൂടെ കടത്തിവിടുന്നത്.
ഇങ്ങനെ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും ദൈവമുണ്ടോ എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. വിശ്വാസത്തിൽ തളർന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നനച്ചിരിക്കാതെ ജീവിതത്തിൽ കടന്നു വരുന്ന സംഭവങ്ങളും വേർപാടുകളും ദുഃഖങ്ങളും നിന്ദകളും പരിഹാസങ്ങളൊക്കെയും പലപ്പോഴും ദൈവമുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അവിടെ ഞാനും നിങ്ങളും പതറിപ്പോകരുത്. എന്തുകൊണ്ട്? ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. സർവശക്തനായ ദൈവമാണ്. ഒരുപക്ഷെ പ്രതിയോഗിയായ പിശാചായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷേ അവൻ കഷ്ടതകൾ കൊണ്ടുവന്നാലും ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ അത് നടക്കുന്നില്ല. ദൈവം അനുവദിച്ചിട്ടാണ് അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം എനിക്കും നിങ്ങൾക്ക് പറയാം. ഇയ്യോബിനെ വലിയ കഷ്ടതകളോടെ ദൈവം കടത്തിവിട്ടു. പിശാച് അവൻ്റെ വിശ്വാസത്തെ അവനെ പരിശോധിപ്പിക്കുവാൻ തക്കവണ്ണം അതികഠിനമായ വേദനകളിലൂടെ കടത്തിവിട്ടു. പക്ഷെ ദൈവം അനുവദിച്ചിട്ടാണ് ഇയ്യോബ് ആ കഷ്ടതകളിലൂടെ കടന്നുപോയത്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളിൽ ഞാനും നിങ്ങളും തളർന്നു പോകരുത്. അതിവിശുദ്ധ വിശ്വാസത്തിൽ ആധാരമാക്കിയായിരിക്കണം ഞാനും നിങ്ങളും പോകേണ്ടത്. മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ളതായിരിക്കണം. അവിടെയാണ് അപ്പോസ്തലൻ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നത്, തമ്മിൽ ആത്മീയ അഭിവൃദ്ധി വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും മുന്നോട്ട് പോകണം. എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുള്ളതാണ്? പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള പ്രാർത്ഥനയാണോ? ആത്മാവിലും ബുദ്ധിയിലും പ്രാർത്ഥിക്കാമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ബുദ്ധിയിലുള്ള ജൽപ്പനങ്ങളാണോ എന്നിലും നിങ്ങളിലും ഉണ്ടാകുന്നത് എന്ന് പരിശോധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. നിത്യതയെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. ഒരു ദൈവവേദൻ്റെ ആത്മീയ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് ഞാനും നിങ്ങളും പോകുന്നത്. നിത്യതയിൽ എത്തപ്പെടണമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ തളർന്നു പോകാതിരിക്കണമെങ്കിൽ, ആ നിത്യരാജ്യത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം അതിവിശുദ്ധ വിശ്വാസ ജീവിതമായിരിക്കണം. മാത്രമല്ല, അതിൻ്റെ അടുത്ത വാക്യം കൂടി പറയുന്നു, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. ഒരു വലിയ ഉത്തരവാദിത്വം എന്നിലും നിങ്ങളിലുമുണ്ട്. ദൈവസ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ ജനമേ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതം എപ്രകാരമുള്ളതാണ്? അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിയുള്ള ഒരു ആത്മീയ ജീവിതമാണോ ഞാനും നിങ്ങളും നയിക്കുന്നത് എന്ന് പരിശോധിക്കണം. ഈ രാത്രി കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം. ദൈവമുണ്ടോ എന്ന് വരെ ചിന്തിക്കുന്ന ജീവിത അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷെ തളർന്നു പോകരുത്. ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കഷ്ടം വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. സകലത്തെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയും, ദുഃഖത്തെ തരുന്നതും സന്തോഷത്തെ തരുന്നതും സർവശക്തനായ ദൈവമാണ്. അവനാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്.
സകലത്തെയും നമ്മുടെ ജീവിതത്തിൽ തരുവാൻ തക്കവണ്ണം പ്രാപ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ വെളിച്ചം നിർമ്മിക്കുന്നു, ഞാൻ വെളിച്ചം നിർമ്മിക്കുന്നു, അന്ധകാരം സൃഷ്ടിക്കുന്നു, അന്ധകാരം സൃഷ്ടിക്കുന്നു, ഞാൻ നന്മ ഉണ്ടാക്കുന്നു, ഞാൻ നന്മയുണ്ടാക്കുന്നു, തിന്മ സൃഷ്ടിക്കുന്നു, തിന്മ സൃഷ്ടിക്കുന്നു, യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. നന്മയും തിന്മയും സൃഷ്ടിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്, അവന്റെ പദ്ധതി പ്രകാരമാണ് സകലതും നടക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, തളർന്നു പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക. അവൻ നമ്മെ കരം പിടിച്ച് വഴി നടത്തും. നമുക്ക് ദൈവസ്ഥനിൽ നമ്മുടെ തലകളെ നമുക്ക് വണങ്ങാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് കൃത്യമായി സംസാരിച്ച എല്ലാ കൃപകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിവിശുദ്ധ വിശ്വാസത്തിലെ വളർച്ച പ്രാപിപ്പാൻ തക്കവണ്ണം, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും ഞങ്ങളുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയനോട് കൂടെ ഇരുന്ന വഴി നടത്തുകയും നയിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.